വേണമെങ്കിൽ നിങ്ങളെ തിരിച്ചെടുക്കാം. CPM നേതാവ് MV ജയരാജൻ ചില ഓഫറുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റാർക്കും വേണ്ടിയല്ല, തളിപ്പറമ്പിൽ നിന്നും വിജയിച്ച TK ഗോവിന്ദനും പയ്യന്നൂരിൽ നിന്നും വിജയിച്ച V കുഞ്ഞികൃഷ്ണനുമാണ് ഇനിയും അവസരം നൽകാമെന്ന് CPM പറയുന്നത്. എന്നാൽ പാർട്ടിയുടെ ഈ ഔദാര്യം വേണ്ടെന്ന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും. വീണ്ടും അവർ നിലപാട് ആവർത്തിക്കുമ്പോൾ പോയി പണി നോക്കെന്ന് പറയുന്നുണ്ട് രണ്ട് MLA മാരും. എന്നാൽ ഇവിടെ MV ജയരാജന്റെ നിലപാടിനെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു കഴിഞ്ഞു. വിമതർ വർഗവഞ്ചകർ തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് ഗോവിന്ദൻ ചെയ്യുന്നത്. തെറ്റുതിരുത്തിയാൽ തിരിച്ചെടുക്കുമെന്നത് പൊതുരീതിയാണ്. ഓരോരുത്തരും ഓരോ ചാനലിലും സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ടതില്ല എന്ന് MV ഗോവിന്ദൻ MV ജയരാജനെ തള്ളിക്കൊണ്ട് ആവർത്തിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇതെല്ലാം പറഞ്ഞതാണ്. തെറ്റുതിരുത്തിയാൽ ഈ ഭൂമുഖത്ത് ആരെയും തിരിച്ചെടുക്കും. അതിനെന്താ സംശയം? പാർട്ടിയെ വഞ്ചിച്ചതാണ് അവർ ചെയ്ത തെറ്റ്. വർഗവഞ്ചനയാണ്, ചതിയാണ്. അത് കൃത്യമായി പാർട്ടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആ നിലപാടാണ് അവർ എടുത്തിട്ടുള്ളത്. സുധാകരനും TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും എടുത്ത നിലപാട് പാർട്ടിയെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായത്. അതിനെ ശക്തമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും തുടരും. അതിനൊപ്പം തന്നെ സ്വാഭാവികമായി ഒരു പൊതു നിയമം, ലോകത്തെല്ലാവർക്കും ബാധകമായ ഒരു നിയമം, തെറ്റുതിരുത്തിയാൽ എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരാം. MV ഗോവിന്ദന്റെ നിലപാടാണ് ആവർത്തിച്ച് മുൻപ് ചൂണ്ടിക്കാണിച്ചത്. ഈ വരികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്നത് MV ഗോവിന്ദനും രണ്ട് UDF MLA-മാരെ CPM പാളയത്തിൽ എത്തിക്കാൻ താല്പര്യമുണ്ട് എന്നതാണ്. എന്നാൽ MV ഗോവിന്ദനോടും പോയി പണി നോക്ക് എന്ന് തന്നെയാണ് രണ്ട് മുൻ CPM നേതാക്കൾ ആവർത്തിക്കുന്നത്. തെറ്റുതിരുത്തിയാൽ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും പാർട്ടിയിലേക്ക് തിരികെ വരുന്നതിൽ തടസ്സമില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞത്. പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തുപോയ MV രാഘവനെയും KR ഗൗരിയമ്മയെയും വരെ അവസാന കാലത്ത് സ്വീകരിച്ചിട്ടുണ്ട്. നയപരമായ തെറ്റു പറ്റിയെന്ന് കരുതി ഒറ്റപ്പെടുത്തി മുമ്പോട്ട് പോകില്ലെന്നായിരുന്നു MV ജയരാജൻ പറഞ്ഞത്. അതിനെയാണ് പ്രത്യക്ഷത്തിൽ തള്ളിക്കൊണ്ട് MV ഗോവിന്ദൻ രംഗത്ത് വന്നത്. പയ്യന്നൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ മാറ്റിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നുവെന്നും MV ജയരാജൻ കണ്ണൂർ വിഷന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്ന് സ്വീകരിച്ച നിലപാട് പിശകായി എന്ന് തന്നെ ആവർത്തിക്കുന്നുണ്ട് MV ജയരാജൻ. തളിപ്പറമ്പിൽ SIR-ന് ശേഷം മണ്ഡലത്തിന്റെ ഘടനയിൽ മാറ്റം വന്നിട്ടുണ്ട്. പയ്യന്നൂർ പോലെ ഉറച്ചു ജയിക്കുമായിരുന്ന ഒരു മണ്ഡലമായിരുന്നില്ല തളിപ്പറമ്പ്. ഈ രണ്ട് മണ്ഡലങ്ങളും നഷ്ടപ്പെടാനിടയായത് വിവിധ ഘടകങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഒരു ഘടകം ഈ രണ്ട് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പോരായ്മയാണ്. മറ്റൊരാളെ നിർത്തിയാൽ പയ്യന്നൂരിൽ ജയിക്കുമായിരുന്നു. എന്നാൽ തളിപ്പറമ്പിൽ അത്തരത്തിൽ പറയാൻ സാധിക്കില്ലെന്നായിരുന്നു MV ജയരാജൻ പറയുന്നത്. തളിപ്പറമ്പിൽ അങ്ങനെ പറയാൻ സാധിക്കാത്തതിന് കാരണമുണ്ട്. അവിടെ മത്സരിച്ചത് MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയാണ്. ജയിച്ച് CPM അധികാരം പിടിക്കുമ്പോൾ ചുളുവിൽ മന്ത്രിയാകുവാനാണ് MV ഗോവിന്ദൻ ശ്യാമളയെ അവതരിപ്പിച്ചത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ തള്ളിപ്പറയാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് MV ജയരാജൻ അവിടെ നിലപാട് മയപ്പെടുത്തിയത്. തെറ്റുതിരുത്തി പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറായി വരുമ്പോൾ അത് വേണ്ട എന്ന് വയ്ക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുമൊക്കെ ജയരാജൻ വെച്ച് കാച്ചുന്നുണ്ട്. ആര് വേണമെങ്കിലും പൊക്കോട്ടെ, CPM-നെ തോൽപ്പിക്കാൻ സാധിക്കില്ലെന്ന് ആദ്യഘട്ടത്തിൽ വീമ്പ് പറഞ്ഞ ജയരാജൻ അടക്കമുള്ളവർ ഇപ്പോൾ പതിയെ വാക്കുമാറ്റി തുടങ്ങി. അതിന് ഒറ്റ കാരണം മാത്രം: വോട്ടർമാർ നൽകിയ തിരിച്ചടി തന്നെ. എന്തായാലും CPM-ന്റെ പരിമിതകാല ഓഫർ പുറങ്കാലിന് തൊഴിച്ചിരിക്കുകയാണ് TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും എന്ന് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം.